നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിസ്ഥാനപരമായി ഒരു വ്യവസായി കൂടിയാണ്. പ്രസിഡൻ്റായതിനു ശേഷവും എല്ലാ കാര്യത്തിലും കച്ചവടക്കണ്ണോടുകൂടി മാത്രം കാണുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം എന്നുള്ള ആരോപണങ്ങളും എപ്പോഴും വ്യാപകവുമാണ്. ട്രംപിൻ്റെ കമ്പനികൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതാണ്. ലോകത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന നിരവധി വലിയ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളും അതുപോലെ വലിയ ടവറുകളുമൊക്കെ തന്നെ അതായത് വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രംപ് ടവറില്ലാത്ത വികസിത രാജ്യങ്ങൾ തന്നെ ചുരുക്കമാണ്. ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറയുന്നത് ട്രംപിൻ്റെ മൊബൈൽ കമ്പനി ട്രംപ് മൊബൈൽ, അതിൻ്റെ രണ്ട് ആൺമക്കളാണ് ഈ കമ്പനി ഇപ്പോൾ നടത്തുന്നത്. അവർ $500 ഒരു മൊബൈൽ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ്. എന്നാൽ ഈ മൊബൈലിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് നേരത്തെ ട്രംപ് മൊബൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സ്വന്തം കമ്പനി നിർമ്മിക്കുന്ന TI എന്നുള്ള ഏറെ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും അതേക്കുറിച്ച് ഇപ്പോൾ വാർത്തകളൊന്നും തന്നെ പുറത്ത് വരുന്നില്ല. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ നേരത്തെ ഉയർന്നിരുന്നതായി പറയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് മൊബൈൽ ചെയ്യാൻ പോകുന്നത് 3 വർഷം പഴക്കമുള്ള മൊബൈലുകൾ, അതായത് പുതുക്കി പണിത മൊബൈലുകൾ. ഇതിൽ ഐഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, അങ്ങനെ വിവിധ കമ്പനികളുടെ മൊബൈലുകൾ $500 നിരക്ക്, അതായത് $499 വിൽക്കാൻ ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിരവധി പരസ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം സ്വന്തം മൊബൈൽ ഫോണിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ട്രംപിൻ്റെ കമ്പനി ഒന്നും മിണ്ടാത്തത് എന്നാണ്. അതിനെക്കുറിച്ചൊന്നും തന്നെ അവർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നേരത്തെ വലിയ തോതിലുള്ള ആരവത്തോടു കൂടിയാണ് ഈ ട്രംപ് മൊബൈൽ പുറത്തിറങ്ങാൻ പോകുന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നത്. ഇത് സ്വർണം കൊണ്ട് നിർമ്മിച്ച മൊബൈൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും അങ്ങനെ ഒന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 2-3 വർഷം പഴക്കമുള്ള മൊബൈലുകൾ പുതുക്കി പണിത് വിപണിയിൽ ഇറക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പുതിയ ഒരു വിപണി തന്ത്രമായിരിക്കാം. കാരണം ഇത് മറ്റൊരു ഉപയോഗിച്ചതല്ല, 2-3 വർഷം പഴക്കമുള്ള മൊബൈലുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് $500 ഇവ വിൽക്കുന്നത് എന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. എന്നാൽ പലരും പറയുന്നത് ഇത്തരം മൊബൈലുകളൊക്കെ തന്നെ ആമസോണിൽ ഇതിനേക്കാൾ വില കുറച്ച് കിട്ടും എന്നാണ്. ഇതെന്തിനാണ് ഇത്രയും വലിയ വില കൊടുത്ത് ഇത് വാങ്ങുന്നതെന്നാണ്. ഏതാണ്ട് $250 ഇതേപോലുള്ള മൊബൈലുകൾ ഇന്ന് ആമസോണിൽ നമുക്ക് ലഭ്യമാണ് എന്നും, പിന്നെ $500 കൊടുത്ത് എന്തിനു വാങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ ട്രംപിൻ്റെ ആരാധകരായ നിരവധി പേർ ഇപ്പോഴും അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവർ കാര്യത്തിൽ താല്പര്യമെടുത്ത് ട്രംപിന് വേണ്ടി ഒരുപക്ഷെ പണം മുടക്കുന്നതായിട്ടായിരിക്കാം ഇതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ഫോൺ ആവശ്യപ്പെട്ടുകൊണ്ട് പൈസ അയക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ട്രംപിൻ്റെ മക്കൾ നടത്തുന്ന ട്രംപ് ഓർഗനൈസേഷൻ എന്ന സ്ഥാപനം വഴിയാണ് ഈ മൊബൈൽ ഫോണുകൾ വാങ്ങാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കഴിഞ്ഞ ജൂണിലാണ് ഈ ട്രംപ് ഓർഗനൈസേഷൻ എന്ന പുതിയ സ്ഥാപനത്തിൻ്റെ മൂത്ത 2 ആൺമക്കൾ ചേർന്ന് ആരംഭിച്ചത്. ലോകത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവരുടെ സ്ഥാപനങ്ങൾ വഴി വിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഒരു ട്രംപ് ടച്ച് ഉൾപ്പെടുത്താൻ അവർ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നൂതനമായ ഒരു വിൽപ്പന തന്ത്രവുമായി അവർ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. അമേരിക്കയിൽ നിർമ്മിച്ച സാംസങ് S23, S24, ആപ്പിൾ ഐഫോൺ 15, 16 എന്നീ ഇനങ്ങളാണ് ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ആപ്പിൾ ഐഫോൺ 15 പുതുക്കിയത് വെറും ഒരു സ്മാർട്ട് ഫോണല്ല, വയർലെസ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ധീരമായ ചുവടുവെപ്പാണ് എന്നൊക്കെയാണ് ഇവരുടെ പരസ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ട്രംപിൻ്റെ മക്കളും ട്രംപിൻ്റെ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. എന്തിലും കച്ചവടം കാണുന്ന ആ പിതാവിൻ്റെ അതേ തന്ത്രം തന്നെയാണ് മക്കളും ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ട്രംപ് എന്നുള്ള പേര്, ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഈ 3 വർഷം വരെ പഴക്കമുള്ള മൊബൈൽ ഫോണുകൾ പോലും വിൽക്കാൻ ശ്രമം നടത്തുന്നത്. അതും മറ്റാരെക്കാളും കൂടിയ വിലയ്ക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത.